പണ്ഡിറ്റ് രമേശ് നാരായൺ കൂടി നമ്മോടൊപ്പമുണ്ട്. ശ്രീ രമേശ് നാരായൺ, അങ്ങേക്ക് പി ജയചന്ദ്രനുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ എന്തൊക്കെയാണ്? ജയേട്ടൻ്റെ ആത്മാവ് പാടാൻ വേണ്ടി മാത്രം ജനിച്ചതല്ലേ. അപ്പോഴേ പാടിയേ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ പറ്റി പറയുമ്പോഴെനിക്ക് മേഘമൽഹാറിൻ്റെ ഓർമ്മയാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ പൊന്നുഷസ് എന്ന ഗാനം പാടാൻ വരുമ്പോൾ എൻ്റെ ആദ്യ ഗാനമാണ്, ജയേട്ടൻ പാടുന്ന ആദ്യ ഗാനമാണ്. അപ്പോൾ അതിൽ ഈ പാട്ട് 2 പാട്ട് അതിൽ കമ്പോസ് ചെയ്തപ്പോൾ ഒരു ഗാനം നമുക്ക് ജയേട്ടൻ പാടണം. അപ്പോഴേ ഞാൻ പറഞ്ഞു പൊന്നുഷസ്, കമൽ സാറ് പറഞ്ഞു പൊന്നുഷസ് എന്ന പാട്ട് നമുക്ക് ജയേട്ടനെ കൊണ്ട് ട്രൈ ചെയ്താലോ. ഞാൻ ട്രൈ ചെയ്തല്ല, ആ ശബ്ദം തന്നെ ഇതിന് പറ്റത്തുള്ളൂ. കാര്യം അത്രയും ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ്, അതിന് വളരെ ഭാവമുണ്ട്, അതിനകത്തൊരു പെയിനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ ജയേട്ടനാണ് ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വോയിസ്. പക്ഷേ പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഓർമ്മിക്കുന്നത്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, മലയാളത്തിനേക്കാൾ ഏറെ എനിക്ക് തോന്നിയിട്ടുണ്ട് ജയേട്ടൻ തമിഴ് പാടുമ്പോൾ തമിഴാണ് ബ്യൂട്ടി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതും എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാൻ വന്നതാണ്. അപ്പോൾ എന്തായാലും ഈ പാട്ട് തൃശ്ശൂരിൽ ചേതനയിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്നു. ഒരു തമാശ ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്നെ തിരിച്ചറിഞ്ഞോ ബന്ധം എന്നൊരു ഏരിയ ഉണ്ട്. ആ ഏരിയ അല്ല ഹൈ പിച്ചിൽ പാടുന്ന. അപ്പോൾ അന്ന് ചിത്ര ഓൾറെഡി പാടിയിട്ടുണ്ട് ഈ പോർഷൻ. അപ്പോൾ ചേട്ടൻ 2ാമതാണ് പാടുന്നത്, മിക്സ് ചെയ്യാണല്ലോ. അപ്പോൾ ഈ ഹൈ പോർഷൻ എടുത്തിയപ്പോൾ ചേട്ടൻ പറഞ്ഞു 1-2 തവണ പാടി. അപ്പോൾ പറഞ്ഞു ഇതൊന്നും എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇതൊക്കെ ഈ അത്രയും ഹൈ ഒന്നും എനിക്ക് പാടാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്ന് ജയേട്ടൻ്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ, പെട്ടെന്ന് കൊച്ചു കുട്ടി പോലെ ആവും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ, ഇത് ചിത്ര ഓൾറെഡി പാടിയിട്ടുണ്ട്, പക്ഷേ അതേ ഒരു ഏരിയയാണ്. അപ്പോൾ അത് ചേട്ടൻ അതുപോലെ തന്നെ പാടുമ്പോഴേ അത് ഒരേപോലെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യും? ചേട്ടാ പാടണം. അപ്പോൾ ശരി, അപ്പോൾ പിന്നെ എടുത്തേക്കാം. അപ്പോൾ അങ്ങനെ അങ്ങ് എടുത്തേക്കാം. ഓക്കെ. ആ ഒരു തവണയെ പിന്നെ പാടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ റീഡു ചെയ്യേണ്ടി വന്നിട്ടില്ല. അതൊക്കെയാണ് ജയേട്ടൻ്റെ. പിന്നെ പല പാട്ടുകളും എനിക്ക് പാടുമ്പോഴും, അത് ശാരദാംബരം പാടുമ്പോൾ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ, ശാരദാംബരം എറണാകുളത്ത് സ്റ്റുഡിയോയിൽ ഇങ്ങനെ പാടിക്കൊണ്ട്, ഞാൻ അധികം ഒന്നും പഠിപ്പിച്ചിട്ടില്ല പാട്ട്. ശാരദാംബരം ചാരു ചന്ദ്രിക ജസ്റ്റ് ഒന്ന് മൂളി കൊടുത്തു. എവിടെയാകുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പോയിരുന്നു. അത് ഞാൻ തന്നെ അതിശയപ്പെട്ടതാണ്. ആ പാട്ടിൻ്റെ മൊത്തം ഭാവം. ഞാൻ പറഞ്ഞത് ജേട്ടാ, ഇത് ഒരു നാടക ഗാനമാണ്, നാടകത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കെടുക്കാം. അങ്ങനെയാണ് ഇത്ര പെട്ടെന്നാണ് ഇതൊക്കെ പാടിയത്. അതുപോലെ പല പാട്ടുകളും എനിക്ക് ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ വേറൊരു ഇറങ്ങാത്ത പാട്ടുകളുണ്ട് ജയേട്ടൻ പാടിയിട്ടുള്ള, അത് ബ്യൂട്ടിഫുൾ സോങ്ങാണ്. ONV സാർ എഴുതിയിട്ടുള്ള പാട്ടുകൾ. അങ്ങനെ അതൊന്ന് കുറച്ച് പാട്ടുകൾ ഇറങ്ങാനുണ്ട്, അതൊന്നും ഇറങ്ങിയിട്ടില്ല, പടം വന്നിട്ടില്ല. പിന്നെ ജയേട്ടൻ എന്താ പറയണ്ടത് ഞാൻ. കാര്യം വേറൊരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്, 12ാമത്തെ വയസ്സിൽ കൂത്തുപറമ്പിലൊരു ഗാനമേള, വലിയൊരു ഗാനമേള നടക്കുന്നു. അതിൻ്റെ ഓർക്കസ്ട്ര വലിയെന്ന് വെച്ചാൽ വലിയ ആൾക്കാർ പാടുന്നു അന്നത്തെ. അതിലൊരു പാട്ട് ഞാൻ പാടണം എന്ന് പറഞ്ഞു. കൂത്തുപറമ്പാണല്ലോ. അന്ന് എനിക്ക് 12 വയസ്സാണ്. അപ്പോൾ അന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന പാട്ട് ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, ഈ പാട്ടാണ് ഞാൻ പാടുന്നത്. അപ്പോൾ അന്ന് ജയേട്ടൻ എൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന സമയമാണ് ശരിക്കും. ആ ശബ്ദം ഹർഷബാഷ്പം തൂക്കി, അതേപോലെ ഒരുപാട് പാട്ടുകൾ. ഞാൻ അന്ന് ജയേട്ടൻ്റെ പാട്ട് മാത്രമേ പാടാറുള്ളൂ ചെറുപ്പത്തിൽ. അത് പഠിക്കും, ആ പാട്ടുകൾ. എനിക്ക് വേറെ ഒരു ശബ്ദം എന്നിൽ സ്വാധീനിച്ചിട്ടില്ല അന്ന്. അപ്പോൾ ഈ പാട്ടുകളൊക്കെ പാടുന്നത്. പിന്നീട് എനിക്ക് ജയേട്ടനെ കൊണ്ട് പാട്ടുകൾ പാടിക്കാൻ പറ്റുന്നു. എൻ്റെ ഒരു പാട്ടിന് ജയേട്ടന് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു.
എന്നൊക്കെ പറയുമ്പോഴേ വല്ലാതൊരു നിമിത്തമാണ്. ഞാൻ പിന്നെ പാട്ട് പഠിക്കാൻ പോണു. അപ്പോൾ പിന്നെയും ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ജയേട്ടനായിട്ടുള്ളത്. പിന്നെ എനിക്ക് ലാസ്റ്റ് മൂമെൻറ്റിൽ എനിക്ക് അധികം ബന്ധപ്പെടാനൊന്നും പറ്റിയിട്ടില്ല. എല്ലാം അറിയുന്നുണ്ടായിരുന്നു, ജയേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് പറയാനാ, തീർച്ചയായും നമ്മളെ ആ വൈകാരികത ഒരിക്കലും മനസ്സിലാക്കും. അതെ, മലയാളത്തെ സംബന്ധിച്ച്, മലയാള സംഗീതത്തെ സംബന്ധിച്ച് ഒരു ചെമ്പകം പൂക്കുന്ന സുഗന്ധം തന്നെയായിരുന്നു പി ജയചന്ദ്രൻ. ആ സുഗന്ധം തലയ്ക്ക് പിടിച്ച എത്രയോ തലമുറകൾ.